പത്തനംതിട്ട ഗവി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ തൊഴിലാളികൾ സമരത്തിൽ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുന്നില്ല എന്ന് ആരോപിച്ചാണ് സമരം. വിനോദസഞ്ചാരികളുടെ ട്രക്കിംഗ് അടക്കം യാത്രകൾ മുടങ്ങും. ശ്രീരാജ് ബാബു ചേരുന്നു വിവരങ്ങളുമായി. ശ്രീരാജ്, വളരെ നേരത്തെ തന്നെ ഇവർ ഈ വിഷയം ഉയർത്തുന്നുണ്ടായിരുന്നു. ഇതിൽ ടൂറിസം വകുപ്പുമായോ മന്ത്രിയുമായോ ഒക്കെ ചർച്ചകൾ നടക്കുന്നുണ്ടോ? അവരുടെ ശ്രദ്ധയിൽ ഈ വിഷയങ്ങൾ പെട്ടിട്ടുണ്ടോ? തീർച്ചയായും ലക്ഷ്മി, അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പ്രശ്നം പരിഹരിക്കാനായുള്ള. കാരണം നിരവധി വിനോദസഞ്ചാരികളടക്കം ഗവിയിൽ എത്തുന്നുണ്ട് ഈ സമയത്ത്. എന്നാൽ അവരുടെ ട്രക്കിംഗ് അടക്കമുള്ള യാത്രകൾ, വിനോദസഞ്ചാര യാത്രകളെല്ലാം തന്നെ മുടങ്ങിയ ഒരു സാഹചര്യമാണ് നിലവിൽ ഈ തൊഴിലാളി സമരത്തെ തുടർന്നുണ്ടാകുന്നത്. തൊഴിലാളികൾ പറയുന്ന ആവശ്യം തീർത്തും ന്യായമായ ആവശ്യമാണ്. കാരണം മഴക്കാലത്ത് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. റെയിൻകോട്ടുകളടക്കം സൗകര്യങ്ങൾ ഇല്ലാതെയാണ് നിലവിൽ തൊഴിലാളികൾ അവിടെ ഇപ്പോഴും പണി ചെയ്യുന്നത്, അവർ പണിയെടുക്കുന്നത്. അത്തരത്തിലുള്ള അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാതെ തൊഴിലെടുക്കാൻ കഴിയില്ല, ജോലി ചെയ്യാൻ കഴിയില്ല എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. തീർത്തും ന്യായമായ ആവശ്യമാണ്. എന്നാൽ നിലവിൽ ഈ ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ വിഷയങ്ങൾ പരിഹരിക്കാനായിട്ട്. എത്രയും വേഗം വിഷയം പരിഹരിച്ച് ഗവി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ സഞ്ചാരികൾക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തുടർന്നും പ്രവർത്തിക്കാനുള്ള ഇടപെടൽ നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തൊഴിലാളികൾ നിലവിൽ സമരം തുടരുകയാണ്. അവർ പറയുന്നത് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ഈ മഴക്കാലത്തടക്കം ചെയ്യേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്യണമെന്നാണ് നിലവിൽ തൊഴിലാളികളുടെ ആവശ്യം. ലക്ഷ്മി, ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.